ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഏത് നിയമമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ, പാസ്കൽ നിയമം. ഏതാണ്? പാസ്കൽ നിയമം. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരെന്ത്? എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എപ്പിഡമിക്. ഏതാണ്? എപ്പിഡമിക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്. ഏതാണ്? തമിഴ്നാട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസിന് വകഭേദങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വകഭേദങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. ഹെപ്പറ്റൈറ്റിസ് എയും. അടുത്ത ചോദ്യം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ, രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏത്? പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ, മഴവില്ല്. ഏതാണ്? മഴവില്ല്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.